ചേർത്തല ഗവൺമെന്റ് സർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം പൊന്നാമ്പടിയിൽ പൂർത്തിയായി. വെള്ളിയാഴ്ച രാവിലെ 11-ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേർത്തല ഗവൺമെന്റ് സർവൻസ് ബാങ്കിന്റെ ശതാബ്ദി വാർഷികമായിട്ട് ബന്ധപ്പെട്ടൊരു ബിൽഡിംഗ് പൊന്നാമ്പടിയിൽ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ശതാബ്ദി വാർഷിക ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം 2026 ഫെബ്രുവരി 20 രാവിലെ 11 മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി വാസവ സാർ നിർവഹിക്കുകയാണ്. അതോടൊപ്പം നമ്മളൊരു 300 പേരുടെ കോൺഫറൻസ് ഹാളും തുറവിൽ വർക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചും ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ, ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് മിനിസ്റ്ററും, ബാങ്കിൻ്റെ ഉദ്ഘാടനം മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ നാസറുമാണ് നിർവഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചേർത്തല ഗവൺമെൻറ് സർവൻസ് ബാങ്ക് സമൂഹ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. നീതി ലാബ്സ് ആൻഡ് സ്കാൻസ് എന്ന് പറഞ്ഞ ചേർത്തലയിൽ പ്രതിദിനം 150-ലധികം നിർധരരായ സാധാരണക്കാരായ വ്യക്തികൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സ്കാനിങ്ങും ലാബ് ടെസ്റ്റുകൾ ഉൾപ്പെടെ നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ്. ചേർത്തല ഗവൺമെന്റ് സർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ നിന്ന് പിറവിയെടുത്ത ചേർത്തല ഗവൺമെന്റ് സർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 104 വർഷം പിന്നിടുകയാണ്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡായി പ്രവർത്തിക്കുന്ന ബാങ്ക് ഇന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനമായി മാറിയിരിക്കുന്നു. ബാങ്കിന്റെ ഉടമസ്ഥതയിൽ പട്ടണക്കാട് പൊന്നാമ്പളിയിൽ ശതാബ്ദി സ്മാരകമായി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി പൂർത്തീകരിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബ്സ് ആൻഡ് സ്കാൻസ്, ഓഡിറ്റോറിയം എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ബാങ്കിന്റെ തുറവൂർ ശാഖയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 20 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. സഹകരണ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കൃഷിമന്ത്രി പി പ്രസാദ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ബാങ്കിന്റെ ശാഖയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസറും നിർവഹിക്കും. സോളാർ വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം അരൂർ MLA ദലീമ ജോജോ നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് പി ഗിരീഷ് അധ്യക്ഷനാവും. വൈസ് പ്രസിഡന്റ് TJ അജിത്ത് സ്വാഗതം പറയും. KSDP ചെയർമാൻ CB ചന്ദ്രബാബു, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ്, മുൻ MP അഡ്വക്കേറ്റ് M ആരിഫ്, ജോയിന്റ് രജിസ്ട്രാർ ജനറൽ VK സുബീന, ജോയിന്റ് രജിസ്ട്രാർ ഓഡിറ്റ് P സുനിൽകുമാർ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം സുനിമോൾ, CPM അരൂർ ഏരിയ സെക്രട്ടറി NB ഷിബു, ചേർത്തല ഏരിയ സെക്രട്ടറി B വിനോദ്, കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി B സലിം, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ A സാബു, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ B ഷൈനി, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഡിറ്റ് NG സുമേഷ്, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാങ്ക് പ്രസിഡന്റ് P ഗിരീഷ്, വൈസ് പ്രസിഡന്റ് TJ അജിത്ത്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ B ബിജുമോൻ, B സഞ്ജയ് നാഥ്, P ദിനൂപ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.